നമസ്കാരം. കഴിഞ്ഞ 16 വർഷമായി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി മാറിയ ഒരു മരണം. പാലക്കാട് കൊല്ലങ്കോടുള്ള 11-കാരിയുടെ തൂങ്ങിമരണം. ആ മരണത്തിൻ്റെ പിന്നിൽ എന്താണ്, ആരാണ്, എങ്ങനെയാണ് ഈ മരണം സംഭവിച്ചത്? നിരവധി ചോദ്യങ്ങളാണ് നമ്മുടെ മുന്നിൽ ഇപ്പോഴും ഉള്ളത്. എന്താണ് സംഭവിച്ചത് എന്ന് ആർക്കും അറിയില്ല. 2010 ജൂലൈയിൽ ആ സമയത്തോടു കൂടി ആണ് ഈ പറയുന്ന പെൺകുട്ടിയും, അതായത് 11 വയസ്സുകാരിയായ മകളെയും കൂട്ടി ഒരു സ്ത്രീ അവരുടെ ഭർത്താവിനോട് പിണങ്ങിപ്പിരിഞ്ഞ് സ്വന്തം ആങ്ങളയുടെ വീട്ടിലേക്ക് വന്നു നിൽക്കുന്നത്. ഭർത്താവിൻ്റെ നിരന്തരമായ ഉപദ്രവം, ഭർത്താവിനോടൊപ്പം നിൽക്കാൻ കഴിയാത്ത അതിദാരുണമായ ഒരവസ്ഥയായിരുന്നു ആ സ്ത്രീക്ക് ഭർത്തൃവീട്ടിൽ നിന്നും നേരിടേണ്ടി വന്നത്. അതിൽ മനം മടുത്ത് ഇനിയും ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്തത്രയും ക്രൂര പീഡനങ്ങൾ ആ യുവതിക്ക് ഭർത്താവിൻ്റെ ഭർത്താവിൽ നിന്നും നേരിട്ട് അനുഭവിക്കേണ്ടി വന്നു. ഒടുവിൽ ആ 11 വയസ്സുകാരിയെ നെഞ്ചോടടക്കി പിടിച്ചുകൊണ്ട് ആ യുവതി ഇറങ്ങി ആ വീട്ടിൽ നിന്നും. ഒടുവിൽ അവരുടെ ആങ്ങളയുടെ വീട്ടിലേക്ക്, സ്വന്തം സഹോദരൻ്റെ വീട്ടിലേക്ക് അവർ വന്ന് താമസമാക്കുന്നു. സ്വന്തം മകൾക്കൊപ്പം ആ വീട്ടിലേക്ക് വന്ന് താമസിക്കാൻ തുടങ്ങുന്ന സമയത്ത് അവർ ഏറെ സന്തോഷവതിയായിരുന്നു. മാനസികമായി നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്ന ഒരു സ്ത്രീ കൂടിയായിരുന്നു അവർ. നിരന്തരമായ ഉപദ്രവവും അതോടൊപ്പം തന്നെ ഭർത്താവിൻ്റെ വളരെ മോശപ്പെട്ട ചില സ്വഭാവ സവിശേഷതകളും ഒക്കെ കൊണ്ട് അവർ വല്ലാതെ ഒരു മാനസികമായ വിഭ്രാന്തി ബാധിച്ച ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. എന്നാൽ സ്വന്തം സഹോദരൻ്റെ വീട്ടിലെത്തിയതോടുകൂടി അവർക്ക് കുറേയേറെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. ആ മാറ്റങ്ങൾ പോസിറ്റീവായ മാറ്റങ്ങൾ തന്നെയായിരുന്നു. അവർക്ക് എല്ലാവരുമായി ഇടപഴകാൻ സാധിച്ചു, എല്ലാവരോടും സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്. അതിനിടയിൽ ചില ശനിയാഴ്ചകളിൽ അവരുടെ മറ്റൊരു സഹോദരനും അതോടൊപ്പം തന്നെ അവരുടെ ചെറിയച്ഛൻ്റെ മകനുമൊക്കെ ആ വീട്ടിലേക്ക് വരികയും തൊട്ടടുത്ത ദിവസം ശനിയാഴ്ച വരുന്നു, ഞായറാഴ്ച അവധി ദിവസം എല്ലാവരും ഒത്തുകൂടി സന്തോഷത്തോടു കൂടി ഇരുന്നതിന് ശേഷം തിങ്കളാഴ്ചയോടുകൂടി അവരവരുടെ ജോലിക്കായി മടങ്ങിപ്പോകുന്നതും അതൊരു പതിവ് ശീലമായിരുന്നു. അത്രത്തോളം സന്തോഷത്തോടു കൂടി അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കൃത്യം 3 മാസം കഴിയുന്നു. ആ 3 മാസം കഴിയുമ്പോൾ അവർ വളരെ കുഴപ്പമില്ലാതെ പോകുന്ന സാഹചര്യത്തിൽ അവർ പെട്ടെന്ന് ഒരു ദിവസം പുറത്തേക്കിറങ്ങി പിന്നെ വീടിൻ്റെ പിന്നാമ്പുറത്തേക്ക് എത്തുന്നു. വീടിൻ്റെ പിന്നാമ്പുറത്ത് എത്തി അവർ തുണി അലക്കി വിരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയാണ്. ഏകദേശം ഉച്ചസമയം കഴിയുന്നു. ഉച്ചസമയം കഴിഞ്ഞ് അവർ പുറത്തേക്കിറങ്ങി അവിടെ ഇറങ്ങി നിന്നുകൊണ്ട് ഈ തുണി അലക്കി വിരിക്കാനുള്ള ഒരു കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പോഴാണ് തൻ്റെ മകൾ കിടന്നുറങ്ങുന്ന അപ്പുറത്തെ മകൾ അകത്തെ റൂമിലുണ്ട്. തൊട്ടടുത്ത റൂമിലായിട്ട് ഇവരുടെ മറ്റൊരു സഹോദരിയുടെ മകളും അവിടെയുണ്ട്. അപ്പോൾ അവരങ്ങനെ നോക്കിയപ്പോൾ ആ മുറിയിൽ ആരോ ഇങ്ങനെ നിൽക്കുന്നത് പോലെ ഒരു തോന്നൽ ആ യുവതിക്ക് തോന്നുകയാണ്. അവർ പെട്ടെന്ന് ഒന്നുകൂടി നോക്കി. ശരിയാണ്, ആ നോട്ടത്തിൽ അവർക്ക് എന്തോ പന്തികേട് അവരുടെ ഉള്ളിൽ തോന്നി. അവർ പെട്ടെന്ന് നിലവിളിച്ചുകൊണ്ട് വീടിനുള്ളിലേക്ക്, ആ മുറിക്കുള്ളിലേക്ക് ഓടിയെത്തി. അപ്പോഴാണ് 2 കുഞ്ഞു കാലുകൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ആടി നിൽക്കുന്നതായി അവർ കണ്ടത്. അതെ, തൻ്റെ മകൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഒരു ഷാളിൻ്റെ തുമ്പിൽ ആ 11 വയസ്സുകാരി സ്വന്തം ജീവിതം അവസാനിപ്പിച്ചിരിക്കുന്നു. ആ ചേതനയറ്റ അല്ലെങ്കിൽ ആ ഒരു ചലനമറ്റ ആ കാലുകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ ഉച്ചത്തിൽ അലറി വിളിച്ചു. ആ അലർച്ച കേട്ടുകൊണ്ട് വീടിൻ്റെ അപ്പുറവും ഇപ്പുറവും താമസിച്ചിരുന്നവരും വീടിനുള്ളിലുള്ളവരിൽ എല്ലാവരുടെ വന്നു നോക്കിയപ്പോൾ ആ 11 വയസ്സുകാരിയായ ആ കുട്ടി മരിച്ചിരിക്കുന്നതായിട്ടാണ് അവർക്ക് മനസ്സിലായത്. പെട്ടെന്ന് തന്നെ അവർ അടുത്ത പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. അങ്ങനെ പോലീസ് എത്തിയതിന് ശേഷം ആ കുട്ടിയുടെ മൃതദേഹം അഴിച്ച് നിലത്ത് കിടത്തിയതിന് ശേഷം അതിൻ്റെ ഇൻക്വസ്റ്റ് നടപടികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയി. വിരലടയാള വിദഗ്ധർ വന്നു. അവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും അനാവശ്യമായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ പരിശോധിക്കുന്നു. ഇത് അപ്പോൾ തന്നെ പ്രാഥമികമായി പോലീസ് വിലയിരുത്തി ഇത് ആ കുട്ടി ആത്മഹത്യ ചെയ്തതാണ്. എന്താണ് ആത്മഹത്യ ചെയ്യാനുള്ള കാരണം? സ്വാഭാവികമായും എല്ലാവർക്കും സംശയം ഉണ്ടാകുന്നു. തീരെ ചെറിയൊരു കുഞ്ഞ്, വെറും 11 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് എങ്ങനെയാണ് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുക? അല്ലെങ്കിൽ ആ കുഞ്ഞിന് ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണ്? എല്ലാവരും പരസ്പരം നോക്കുകയാണ്. എന്തിനാണ് ഈ കൊച്ചു കുഞ്ഞ് ആത്മഹത്യ ചെയ്തത്? എല്ലാവരുടെ ഉള്ളിൽ ഉയരുന്ന ഒരു ചോദ്യം അതുതന്നെയായിരുന്നു. പക്ഷേ ആർക്കും ഒരു ഉത്തരവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ ആ കുഞ്ഞിൻ്റെ മൃതദേഹം പതിയെ ആംബുലൻസ് എത്തി. ആംബുലൻസിനുള്ളിലേക്ക് കയറ്റി അവർ നേരെ അടുത്ത ആശുപത്രിയിലേക്ക് വിട്ടു. അവിടെ ഫോറൻസിക് സർജൻ്റെ മുന്നിലേക്ക് ആ മൃതദേഹം എത്തുന്നു. അപ്പോഴാണ് ആ റിപ്പോർട്ടിലാണ് പോലീസിന് പോലും മനസ്സിലാവുന്നത് ആ കുഞ്ഞ് മൃഗീയമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ ആ കുട്ടിയുടെ രഹസ്യഭാഗത്ത് നിന്നും പുരുഷ ബീജത്തിൻ്റെ അംശങ്ങൾ കണ്ടെത്തിയിട്ടുമുണ്ട്.
അപ്പോൾ ഈ രീതിയിൽ ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയായ ഒരു പെൺകുട്ടിയായി ആ കുഞ്ഞിന് ഈ ലോകത്തോട് വിട പറയേണ്ടി വന്നു. പക്ഷേ അപ്പോഴും മറ്റൊരു ചോദ്യം എല്ലാവരുടെയും മുന്നിൽ ഉണ്ടായിരുന്നു. ആരാണ് ഈ പിഞ്ചു കുഞ്ഞിനോട് ഈ കൊടും ക്രൂരത കാട്ടിയത്? പലരും സംശയത്തിൻ്റെ മുൾമുനയിലേക്കെത്തി. പോലീസ് അന്വേഷണം ആരംഭിച്ചു. കാരണം അത്രത്തോളം പ്രാഥമിക നിഗമനത്തിൽ അതൊരു ആത്മഹത്യയാണ് എന്ന് എഴുതിത്തള്ളപ്പെട്ട പോലീസ് അവരുടെ വീട്ടുകാരുടെ നിർബന്ധപ്രകാരം അന്വേഷണം ഏറ്റെടുക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം ഷാള് കഴുത്തിൽ കുരുങ്ങി മരിച്ചതാണ് എന്ന് ആദ്യം കരുതി. പക്ഷേ എന്നാൽ അങ്ങനെയല്ല. ഈ കുട്ടി പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വലിയ വാർത്ത പുറത്തേക്ക് അവിടെ മുതൽ എല്ലാ നാടുകളിലേക്കും പരന്നുകൊണ്ടേയിരിക്കുന്നു. മാധ്യമ വാർത്തയിലേക്ക് പോയി. മാധ്യമങ്ങൾ അന്ന് ഒരുപക്ഷെ ഷാൾ കഴുത്തിൽ കുരുങ്ങി 11-കാരി മരണമടഞ്ഞു എന്നുള്ള വാർത്തയാണ് ആദ്യം ബ്രേക്ക് ചെയ്യുന്നത്. പിന്നീടാണ് ഇതിന് ശേഷം ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഒക്കെ വന്നതിന് ശേഷം കൊല്ലംകോട്ടെ പെൺകുട്ടിയായി 11-കാരിയായി ആ കുഞ്ഞ് മാറുകയായിരുന്നു. അങ്ങനെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തപ്പോൾ പലരും സംശയത്തിന് ഇതിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും തകർന്നിരിക്കുന്ന ആ അമ്മയെയും കൂട്ടി ഒരിക്കൽ എറണാകുളത്ത് നടന്ന ഒരു ചോദ്യം ചെയ്യലിൽ പങ്കെടുക്കേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെ ചോദ്യം ചെയ്ത കൂട്ടത്തിൽ പണ്ട് നമുക്കെല്ലാവർക്കും അറിയാം, വാളയാർ കേസൊക്കെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയല്ലേ. അപ്പോൾ അവിടേക്ക് എത്തിയ സമയത്താണ് പറയപ്പെടുന്നത് ഈ പെൺകുട്ടിയുടെ അമ്മ കൂട്ടുനിന്നുകൊണ്ട് ഈ കുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു അന്നുണ്ടായത്. അപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മകളായിരുന്നു ഏക ആശ്രയം. എന്നാൽ ഈ ഭർത്താവിൻ്റെ വീട്ടുകാർ അത്ര നല്ല ആളുകളായിരുന്നില്ല എന്നൊരു വാർത്തയും പുറത്തേക്ക് വരുന്നുണ്ട്. ഈ ഭർത്താവിന് പലപ്പോഴും ഈ പറയുന്ന സ്ത്രീയെ, അതായത് ഈ പെൺകുട്ടിയുടെ അമ്മയെ പലപ്പോഴും അനാവശ്യമായ ലൈംഗിക ഉപദ്രവത്തിന് വിധേയയാക്കിയിട്ടുണ്ട് എന്നതടക്കമുള്ള വാർത്തകളാണ് പിന്നീട് പുറത്തേക്ക് വരുന്നത്. എന്നാൽ കേസ് എങ്ങുമെങ്ങും എത്താതെ പോകുന്നു. 300-ലധികം സാക്ഷികളാണ് ഈ കേസിലുണ്ടായിരുന്നത്. എന്നിട്ട് കൂടിയും ആരാണ് എന്താണ് ആ കുട്ടിക്ക് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാതെ ക്രൈംബ്രാഞ്ച് വീണ്ടും അതിനെ ഒരു ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിച്ച് ആ കേസ് ക്ലോസ് ചെയ്യുന്നു. അതിനിടയിൽ പലപ്പോഴും ഇവരുടെ സഹോദരങ്ങൾ, നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ അവിടേക്ക് ശനിയാഴ്ചയെത്തി തിരിച്ച് തിങ്കളാഴ്ച മടങ്ങിപ്പോകുന്ന സഹോദരന്മാർ വരെ ഇതിനകത്തിലെ കുറ്റവാളികൾ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. അതായത് ഇവരൊക്കെ കൂടിയാണ് ഈ കുട്ടിയെ പീഡിപ്പിച്ചത്. ഒടുവിൽ പീഡനം വിവരം പുറത്തേക്ക് അറിയും എന്നായപ്പോൾ ഈ കുട്ടിയെ ഇവർ കൊന്ന് കെട്ടിത്തൂക്കി എന്നുള്ള നിലയ്ക്ക് വരെ കേസുകൾ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ബ്രെയിൻ മാപ്പിംഗ് അടക്കം നടത്തി, അതോടൊപ്പം നുണപരിശോധനയ്ക്ക് ഇവരെ വിധേയരാക്കി. എന്നിട്ട് പോലും ഇതിൻ്റെ ഒന്നും യഥാർത്ഥ തുമ്പ് കണ്ടെത്താൻ കഴിയാതെ പോയി. ഒടുവിൽ ഈ കേസുകളെല്ലാം ഇങ്ങനെ ഒരു വാലും തുമ്പുമില്ലാതെ ഈ 11-കാരിയുടെ മരണം, അസ്വാഭാവിക മരണം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായി ഹൈക്കോടതി കേസിൽ ഇടപെടുന്നു. ഒടുവിൽ ഈ കേസ് അവിടെ എത്തി. ഒരു തെളിവുമില്ല, ആർക്കെതിരെയും ആരെയും ശിക്ഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. അപ്പോഴാണ് ഹൈക്കോടതി പ്രത്യേകമായി ഉത്തരവിടുന്നു, ഇത് CBIക്ക് ഈ കേസ് ഏൽപ്പിക്കണം. അങ്ങനെ കേസ് CBIയുടെ കയ്യിലാണ്. കഴിഞ്ഞ 16 വർഷമായി ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി അവശേഷിക്കുകയാണ്. എത്രയെത്ര അന്വേഷണങ്ങൾ ഇവിടെ കഴിഞ്ഞുപോയി, എത്രയെത്ര ചോദ്യം ചെയ്യലുകൾ, എത്രയെത്ര നിഗമനങ്ങൾ. ഈ നിഗമനങ്ങളിലൊന്നും ആ കുട്ടിയുടെ കൊന്നതാരാണ്, അല്ലെങ്കിൽ ആ കുട്ടിയെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് ആരാണ്? ആ കുട്ടി ആത്മഹത്യ ചെയ്തതാണോ, അതോ ആരെങ്കിലും കൊന്നിട്ട് ആ കുട്ടിയെ കെട്ടിത്തൂക്കിയതാണോ? ഇപ്പോഴും നമ്മുടെ മുന്നിൽ അപ്പോഴും ആ കുഞ്ഞുണ്ട്. ആ കുഞ്ഞിൻ്റെ ചില സംശയങ്ങളുണ്ട്, ആ കുഞ്ഞുയർത്തുന്ന ചില സംശയങ്ങളുണ്ട്. അത് തീർപ്പാക്കാൻ ആർക്കാണ് സാധിക്കുക? CBIക്ക് ഇനി നിരവധി അന്വേഷണങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇതുവരെയായും എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ശാസ്ത്രീയമായ പരിശോധനകൾ ഇനിയും ആവശ്യമാണ്. നിരവധി പരിശോധനകൾ ആവശ്യമാണ്. ഏറ്റവും ഒടുവിൽ ഇവിടെ കൃത്യമായി പറഞ്ഞാൽ ഈ കുട്ടിയുടെ രഹസ്യഭാഗത്ത് നിന്ന് കണ്ടെത്തിയ ബീജത്തിൻ്റെ ഉറവിടം ഉൾപ്പെടെ കണ്ടെത്താനുള്ള സാങ്കേതിക വിദ്യയും അതോടൊപ്പം തന്നെ അത് കണ്ടെത്താനുള്ള പരിശോധനകളും ഇന്ന് അവൈലബിൾ ആയിരുന്നിട്ട് കൂടിയും എന്തുകൊണ്ടാണ്, അതാരാണ് ആ കുഞ്ഞിനെ പീഡിപ്പിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് കണ്ടെത്താൻ ഇന്നത്തെ നമ്മുടെ വ്യവസ്ഥയ്ക്ക് കഴിയാതെ പോകുന്നത് എന്ന് പറയുന്ന വലിയൊരു ചോദ്യമുണ്ട്. ഒടുവിൽ ആ ഉച്ച സമയത്ത് വീട്ടിൽ കിടന്നുറങ്ങിയായിരുന്ന ആ കുഞ്ഞ് എങ്ങനെയാണ് ആ ഷാളിൻ്റെ തുമ്പിൽ ജീവിതം അവസാനിപ്പിച്ചത് എന്ന് പറയുന്ന മറ്റൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. ആരാണ് ഉത്തരവാദികൾ? നമുക്കറിയാം, വാളയാറിൽ 2 പിഞ്ചു കുഞ്ഞുങ്ങൾ തൂങ്ങിയാടിയതിൻ്റെ ചിത്രം ഇപ്പോഴും നമ്മുടെ കൺമുൻപിലുണ്ട്. സ്വന്തം അമ്മയും അതോടൊപ്പം തന്നെ അമ്മയുടെ ചില സുഹൃത്തുക്കളും അച്ഛൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും കൂടി ചേർന്ന് ആ 2 കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കി ആയിരുന്നില്ലേ അക്ഷരാർത്ഥത്തിൽ ചെയ്തത്? അതുപോലെ ഇനിയും ഒരിക്കൽ പോലും നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു കുട്ടിക്ക് പോലും, ഒരു പിഞ്ചു കുഞ്ഞിന് പോലും ഇത്തരത്തിലുള്ള ഒരു ദുരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ഈ കേസ് തെളിയിക്കപ്പെടുക തന്നെ വേണം. ഇനിയും തെളിയിക്കപ്പെട്ടാൽ 16 വർഷം നീണ്ട കാത്തിരിപ്പിൻ്റെ ഫലമായിരിക്കും നമ്മൾ അറിയാൻ പോകുന്നത്. നേര് എവിടെയാണോ ആ നേര് കണ്ടെത്തുക തന്നെ വേണം. ആരായാലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം എന്ന് നമ്മുടെ നിയമവ്യവസ്ഥ ഊട്ടിയുറപ്പിച്ച് നമ്മളോട് പറയുന്ന ആ ഒരു ദിനത്തിനായി നമ്മൾ കാത്തിരിക്കുകയാണ്.